പുതിയങ്ങാടിയിൽ വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാകുമ്പോഴും ഹാർബർ എന്നത് സ്വപ്നം മാത്രമായി തുടരുകയാണ്. ഹാർബർ ഇല്ലാത്തതിനാൽ വള്ളം കടലിൽ സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നങ്കൂരമിടേണ്ടി വരാറുണ്ട്. തുടരെയുണ്ടാകുന്ന അപകടങ്ങൾ ഹാർബർ എന്ന ആവശ്യത്തിന്റെ വ്യാപ്തിയും വർദ്ധിപ്പിക്കുകയാണ്. ഏതു കാലാവസ്ഥയിലും സമൃദ്ധമായി മത്സ്യം ലഭിച്ചുകൊണ്ടിരുന്ന പുതിയങ്ങാടിയിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. വള്ളവും വലയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനും വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുമെല്ലാം ഹാർബർ വേണമെന്നുള്ളതും വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഹാർബർ ഇല്ലാത്തതിനാൽ തന്നെ വള്ളം കടലിൽ സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നങ്കൂരം ഇടേണ്ടി വരുന്നു. കടൽക്ഷോഭം, കള്ളക്കടൽ പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ വള്ളം ചൂട്ടാട് ഭാഗത്തേക്ക് കൊണ്ടുപോകണം. സുരക്ഷിതമായി ഇവയൊന്നും സൂക്ഷിക്കാനാവുന്നില്ല. ഇന്ന് നിർത്തിയിട്ട വള്ളം നാളെ ഉണ്ടാകുമോ എന്നുകൂടി പ്രതീക്ഷ ഉണ്ടാവാറില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അപ്പോൾ ഇത്ര കാലമായിട്ടൊന്നും ഇല്ലല്ലേ. കേരളത്തിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ലേ പുതിയങ്ങാടിയിലാന്ന് തോന്നുന്നു ഗവൺമെൻറ് ഐസ്പ്ലാന്റ് വന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു ഹാർബർ അവർക്കത് പറ്റൂലേ. അപ്പോൾ അവർ ശ്രമിക്കുന്നില്ല. ഇടയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് ശ്രമിച്ച്, മത്സ്യത്തൊഴിലാളികൾ ശ്രമിച്ച്, പക്ഷെ ഇതുവരെ വീടിലൊക്കെ ഹാർബർ ഇട്ടിട്ടില്ല. 10 വള്ളമില്ല തലായിലെല്ലാം ഹാർബർ കൊടുത്തിട്ടുണ്ട്. 60 വള്ളം 70 അവിടെ ഉള്ളൂ. 70 വള്ളമില്ല വീടില്ലാക്ക് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തിനാ അതിൻ്റെ കാരണം എന്താ നമുക്കറിയില്ല. കിട്ടുന്നില്ല, കിട്ടിയിട്ടില്ല. കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും. ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയത് പുളിമുട്ട് കഴിഞ്ഞ കൊല്ലം സർക്കാർ പാസ്സാക്കി വെച്ചാൽ അതും പേരി പണിക്കാട് നിന്ന് അവിടെ നിന്നാണ് ഇപ്പോൾ അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത് പൂർത്തിയാകാത്തതിൻ്റെ പേരിൽ. ഹാർബർ ഇനി നമുക്ക് കിട്ടുന്ന വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. വള്ളം മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങളും പതിവാണ്. ചൊവ്വാഴ്ച വള്ളം കത്തി നശിച്ച തൊഴിലാളികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. മിനി ഹാർബറെങ്കിലും പ്രദേശത്ത് വേണമെന്ന ആവശ്യമാണ് ഇവർക്കുള്ളത്. പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്ന പ്രതീക്ഷയിൽ ഇവർ വലയെറിയുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.